കോഴിക്കോട് റോഡിലെ കുഴിയിൽ ഓട്ടോ വീണ് പരിക്കേറ്റ യുവാവ് നീതി തേടി കോടതിയിലേക്ക്. ഓട്ടോ ഡ്രൈവറായ ചേന്നമംഗലൂർ സ്വദേശി സുഭിരാജാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് നീക്കം. മിഥിലാബലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റോഡിലെ കുഴിയിൽ വീണുണ്ടാകുന്ന അപകടങ്ങളും പരിക്കും ഇപ്പോൾ നിത്യസംഭവമാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് ചേന്നമംഗലൂർ സ്വദേശി സുഭിരാജ്. എന്താണ് അന്നുണ്ടായത്? അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഞാൻ കല്ലത്താൻ കടവ് വഴി ആ റൂട്ടിലൂടെ പുതിയ പാലത്തിലേക്ക് വണ്ടി കൊണ്ട് ഓടിച്ച് പോവുക. അപ്പോൾ ഓട്ടോറിക്ഷ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയം ഈ റോഡിൽ ഫുള്ളായിട്ട് മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കുഴി കാണുന്നില്ല. വണ്ടി കുഴിയെ ചാടിയത് കൂടി പിന്നെ കുഴിയിൽ നിന്ന് വണ്ടി പുറത്തേക്ക് വന്നത് ആ വരുന്ന വരവ് തന്നെ വണ്ടി മറിയുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഞാൻ കാലിൻ്റെ എല്ല് പൊട്ടിയുള്ളത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം വേദന ഉണ്ട്, അനങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ആ വെള്ളത്തിൽ തന്നെ ഞാൻ ഇരിക്കുക ചെയ്യുന്നത്. കാലിൽ ചോര വരുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അതാണ് ആ സ്പോട്ടിൽ കണ്ടത്. പിന്നെ അവിടുന്ന് നാട്ടുകാരെല്ലാവരും കൂടി എന്നെ വണ്ടി പൊന്തിച്ച് എന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷ കയറ്റി ബീച്ച് ഹോസ്പിറ്റലിലേക്ക്. നിങ്ങൾ ഓട്ടോ ഓടിച്ചു വരുമ്പോൾ ഈ കുഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, കാണില്ല. കാരണം നല്ല മഴയുള്ള സമയമാണ്. ഒരു 11 മണിക്ക് നല്ല ടൈം. ആ ടൈം നല്ല മഴ പെയ്യുന്നുണ്ട്. ആ പെയ്യുന്ന സമയം റോഡ് ഫുള്ളായിട്ട് വെള്ളം കവർ ചെയ്ത് നിൽക്കുക. കുഴി ചാടിയിട്ടാണ് മറിഞ്ഞ് വെള്ളത്തിൽ തന്നെ മറിഞ്ഞു വെക്കുന്നത്. ഞാൻ എന്നിട്ട് ആ വെള്ളത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് നിങ്ങൾ കസബ പോലീസിൻ്റെ അടുത്ത് പോകുന്നു. അവിടെ നിന്നുള്ള മറുപടി എന്തായിരുന്നു? ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എക്സ്റേ എടുത്തപ്പോൾ 2 പൊട്ടുണ്ട്. താൽക്കാലികമായിട്ട് അവർ കാല് കെട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക ചെയ്തത്. അപ്പം മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ നേരിട്ട് അങ്ങോട്ട് എപ്പോഴും വന്നെത്താൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ട് പോകാമെന്ന് കരുതി സ്റ്റേഷനിൽ പോയത്. അവിടെ പരാതി കൊടുത്തു. പരാതി അവിടെ വാങ്ങി വെച്ചു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത് നിങ്ങൾ കോടതി മുഖാന്തരം കേസ് മുന്നോട്ട് ചെയ്തോളൂ എന്നാണ് അവിടെ നിന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ നടപടിയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വക്കീലായിട്ട് കണ്ട് സംസാരിച്ച് കോടതിയിൽ സമീപിക്കാനുള്ള പരിപാടിയാണ്. ഓട്ടോ ഡ്രൈവറാണ്, വാടകയ്ക്കാണ് ഓട്ടോ ഓടിക്കുന്നത്. പക്ഷേ ഇനിയിപ്പം ഒരു 3-4 മാസത്തേക്ക് പുറത്ത് പോകാനോ ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങളിപ്പം? നഷ്ടപരിഹാരമായിട്ടല്ല, എനിക്ക് മുന്നോട്ട് പോകണ്ടേ, ജീവിക്കണ്ടേ. ഇതിപ്പോൾ എത്ര കാലം എത്ര വരും എങ്ങനെയാണുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ മോശമാണ്. എന്നാലും നമ്മൾ ഇൻഷൂർ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ പോലീസ് കേസെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിക്കുന്നത്. ഈ ഒരു ആളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. റോഡിലെ കുഴിയാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത്. അതുകൊണ്ട് തന്നെ ആരാണോ ഈ സഹായം ചെയ്യേണ്ടത്, അവരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണ്. വിഷ്ണു കച്ചേരിക്കൊപ്പം മിഥിലാബലൻ, 24 കോഴിക്കോട്. റോഡിലെ കുഴികളിൽ പെടാതിരിക്കാൻ പെടാപ്പാടാണ്. അധികൃതർക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്.